ജോർജിയയിൽ ഏറ്റവും ഫീസ് കുറഞ്ഞ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവുള്ളൂ, അക്കാക്കി സെരിത്തലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾ കുത്തായിസിയിൽ പോയി അക്കാക്കി യൂണിവേഴ്സിറ്റി നേരിട്ട് കാണുകയും അതിന്റെ ഫീസും ഡീറ്റെയിൽസും അവിടെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാനും പോവാണ്. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് മെഡിക്കൽ യൂണിയുടെ 11ാമത്തെ ദിവസമാണ്. എന്താണ് എക്സ്പ്ലോറിംഗ് യൂണി എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമുക്ക് ഇന്ന് മുതൽ ജോർജിയയിലുള്ള ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും സ്റ്റുഡന്റ് ലൈഫും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫുഡ്, അക്കോമഡേഷൻ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയി നേരിട്ട് കാണുകയും അവിടെയുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് ജോർജിയയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഞാനിപ്പം ഇവിടുന്ന് ഇറങ്ങാണ്, എന്നിട്ട് അക്കാക്കി യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിപ്പോൾ ബത്തൂമിൽ നിന്ന് തിരിച്ച് ടിബിലിസിയിലേക്ക് പോകുന്നത് കുത്തൈസിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കുത്തൈസി കയറി യൂണിവേഴ്സിറ്റി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ അക്കാക്കി യൂണിവേഴ്സിറ്റിന്റെ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, ലാബ്, ക്ലാസ് റൂം, ലൈബ്രറി, അതുപോലെ അവരുടെ ഹോസ്റ്റൽ, ഫീസ്, സ്റ്റുഡന്റ് ഒപ്പീനിയൻ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കാണാൻ പോകാം. ഞാൻ ഇന്ന് രാവിലെയാണ് ബത്തൂമിൽ നിന്ന് കുത്തൈസി സിറ്റിയിലെത്തിയത്. കുത്തൈസി സിറ്റി ശരിക്കും ചെറിയൊരു സിറ്റിയാണ്, വളരെ അവൈലബിലിറ്റി കുറഞ്ഞ, അധികം ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു സിറ്റി. ഞാൻ അങ്ങനെ ടാക്സി ബുക്ക് ചെയ്ത് അക്കാക്കി യൂണിവേഴ്സിറ്റിന്റെ മുന്നിലേക്ക് എത്തി. അക്കാക്കി യൂണിവേഴ്സിറ്റി വളരെ പുതിയ യൂണിവേഴ്സിറ്റി ഒന്നും അല്ലട്ടാ, 1995 മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് വരാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. ഉക്രൈൻ വാറിന് ശേഷം കുറച്ച് ട്രാൻസ്ഫർ സ്റ്റുഡൻസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുറച്ച് മലയാളികളുണ്ട്. അതേപോലെ ഫസ്റ്റ് ഇയറിലും 5-6 മലയാളികൾ വേറെ ഉണ്ട്. അതായത് പൊതുവെ അക്കാക്കി യൂണിവേഴ്സിറ്റിയിൽ മലയാളി സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കുറവാണ്. അക്കാക്കി യൂണിവേഴ്സിറ്റിന്റെ മുന്നിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ കണ്ടത് വലിയ കോമ്പൗണ്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ അക്കാക്കി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞു യൂണിവേഴ്സിറ്റിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ സിറ്റി ചെറുതാണെങ്കിലും യൂണിവേഴ്സിറ്റി ഭയങ്കര വലുതായിരുന്നു. അവിടെ മെഡിസിൻ അല്ലാത്ത വേറെയും ഒരുപാട് കോഴ്സുകളുണ്ട്. മെഡിസിൻ സ്റ്റുഡൻസിന് ശരിക്കും ഈ ഒരു ക്യാമ്പസിൽ വലിയ റോളൊന്നുമില്ല. ലാംഗ്വേജിന്റെ ക്ലാസ്സുകളും എക്സാമുകളൊക്കെ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് കുട്ടികൾ പറഞ്ഞത്. ശരിക്കും മെഡിസിൻ സ്റ്റുഡൻസിന്റെ എല്ലാ ക്ലാസ്സുകളും നടക്കുന്നത് മെഡിക്കൽ ബ്ലോക്കിലാണ്. മെഡിക്കൽ ബ്ലോക്ക് ഈ മെയിൻ ബ്ലോക്കിൽ നിന്ന് ഓൾമോസ്റ്റ് 10 മിനിറ്റ് പോകാനുണ്ട്. അങ്ങനെ ഞാൻ ആ മെയിൻ ബ്ലോക്കിൽ നിന്ന് പരിചയപ്പെട്ട കുറച്ച് കുട്ടികളെയും കൂട്ടിയിട്ട് മെഡിക്കൽ ബ്ലോക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും കുത്തൈസിൽ വന്നല്ലേ, എന്നാൽ പിന്നെ കുത്തൈസിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ഞാൻ കുത്തൈസിലെ ബസ് കയറി. അപ്പോൾ കുത്തൈസിൽ ബസ് കയറിയിട്ട് അവരുടെ യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ബിൽഡിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ടാപ്പിംഗ് മെഷീൻ. 2 ടാപ്പിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ ബത്തൂമിയിൽ ഇത് ഫ്രീ ആയിരുന്നു, ടിബിലിസിയിൽ 20 ടെട്രയായിരുന്നു, ഇവിടെ കുത്തൈസിയിൽ 30 ടെട്രയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഒക്കെ മാറുന്നുണ്ട്. ബസ്സൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ റോഡ് കുറച്ച് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുലുക്കവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുത്തൈസി ഒരു കുഞ്ഞു ഗ്രാമം എന്നുള്ളത്. നമ്മൾ ആ ബസ്സിൽ പോകുന്ന സമയത്ത് ശരിക്കും നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു, വീടുകളും ചെറിയ കടകളൊക്കെ ആയിട്ട്. ഞങ്ങൾ അങ്ങനെ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് വന്നിറങ്ങി. എൻ്റെ കൂടെ 3 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. ബസ് ഇറങ്ങി ഒരു 3 മിനിറ്റ് നടക്കാണ്ട് മെഡിക്കൽ ഫാക്കൽറ്റിയിലേക്ക്. ഒരു 3 പേരാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാനിപ്പം ഇത് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ക്യാമ്പസാണ് ഇപ്പോൾ സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇപ്പം ഇവരുടെ മെഡിക്കൽ ബ്ലോക്കിലേക്ക് പോവാണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആന്ധ്രാപ്രദേശിലാണ്. കാര്യം ഇവിടെ അഡ്മിഷൻ ചെയ്യുന്ന മെയിൻ ഏജൻസി ആന്ധ്രാപ്രദേശ് എന്നുള്ളതാണ്. തെലുങ്കാന എന്നും ആന്ധ്ര എന്നും കൂടി ആയിട്ട് ഓൾമോസ്റ്റ് 60 പേരുണ്ട്. കേരളത്തിനാകെ വെറും 5 പേര് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ ഫാക്കൽറ്റിന്റെ മുന്നിലെത്തിയപ്പോൾ വീണ്ടും എന്നെ ഞെട്ടിച്ച്. ഞാൻ വിചാരിച്ചു മെഡിക്കൽ ഫാക്കൽറ്റി എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ബിൽഡിംഗ് ആയിരിക്കും, അത് മതിലൊക്കെ കെട്ടി വേർതിരിച്ച വലിയൊരു ക്യാമ്പസ് തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ ആ മെഡിക്കൽ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് കയറി. ആദ്യം തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന് ക്ലാസ് നടക്കുന്ന ഭാഗത്തേക്ക് പോകാമെന്ന് വെച്ച് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. പോകുന്ന വഴിക്ക് ഒരു ലെക്ചർ റൂം ഉണ്ടായിരുന്നു. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വലിയൊരു ലെക്ചർ റൂം തന്നെയായിരുന്നു അത്. അവിടെ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചിരിക്കുമ്പോഴേക്കും അക്കാക്കി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നവനീത് ബ്രോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നവീൻ ബ്രോ ഇവിടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ മീറ്റ് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ യൂണിവേഴ്സിറ്റി മുഴുവനൊന്ന് ചുറ്റിക്കാണാന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി? അടിപൊളിയാണ്. അക്കാക്കി സിറ്റി എങ്ങനെയുണ്ട്? ഇല്ല, ഡെവലപ്പാണ്, പക്ഷെ ചെറിയൊരു സിറ്റിയാണ്. നമുക്ക് മൊത്തത്തിൽ നടന്നു പോയി കാണാന്നുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരു ഫീലിംഗ് ഒക്കെ? ആദ്യമൊക്കെ വന്നപ്പം ആദ്യമായിട്ട് മലയാളീസ് ഇങ്ങനെ കുറവായതുകൊണ്ട്. Hello, how are you? I'm fine. So this part is our clinical skills laboratory center for the for the clinical skills and for the OSCE exam area. Yes, there's 12 stations. Depends the curricular subject, what we need, which subjects. These were clinical skills first, second, third. Physical diagnostic, pulmonology, cardiology, dermatology, some surgery, and gynecology, and OB stations, and so on. So these are all for that
area, all these rooms and stations for the skills. എനിക്ക് യൂണിവേഴ്സിറ്റിന്റെ ക്ലിനിക്കൽ ബ്ലോക്ക് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിന്റെ സ്റ്റാഫ് തന്നെയാണ് വന്നത്. ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് കാണുന്നത്. This room is for the CPR and this is for these mannequins for nasogastric tube insertion and so on. 12 ഡിഫറെന്റ് സ്റ്റേഷനുകളായിട്ട് ഡിവൈഡ് ചെയ്ത വലിയൊരു ഓസ്കി സ്റ്റേഷൻ തന്നെ ഉണ്ട് ഇവിടെ. ഇത് CPR എന്നുള്ളതാണ്. CPR ഉണ്ടല്ലേ, ഈ ഒരു പൊസിഷനിൽ കറക്റ്റ് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളത് CPR കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിനുള്ള ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് CPRൻ്റെ. ഓരോരോ ക്ലിനിക്കൽ സ്കിൽസും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഓരോ സ്റ്റേഷൻസ് ആയിട്ട് മാറി മാറി കയറി കണ്ടു. ഞങ്ങളുടെ കൂടെ വന്ന ഗവൺമെന്റ് സ്റ്റാഫ് ഓരോ സ്റ്റേഷനും തുറന്ന് അതിലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി ഓസ്കി സ്റ്റേഷനിൽ ഐസൈറ്റ് എക്സാമിൻ ചെയ്യാനും ഇയർ എക്സാമിനേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള മാൻകിൻസും ഡിവൈസുകളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റേഷനിൽ കയറിയപ്പോൾ അത് കംപ്ലീറ്റ് ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ടുള്ള ഓസ്കി സ്റ്റേഷൻ ആയിരുന്നു. സ്വീച്ചറിങ്ങിനും കത്തീട്രൈസേഷനും കെന്നുലേഷനും വൂണ്ട് മാനേജ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള മാൻകിൻസും പാഡുകളും നീഡിൽസും കെന്നുലാസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓസ്കി സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു ഡിസ്കഷൻ റൂം കൂടെ ഉണ്ടായിരുന്നു. ക്ലാസിന്റെ ഇടയ്ക്കുള്ള ഡിസ്കഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റൂം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ വലിയ വൈറ്റ് ബോർഡിൽ ഇതിലാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇരുന്ന് അവർ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സ്റ്റേഷനിലേക്ക് പോകും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത ഓസ്കി സ്റ്റേഷനിലേക്ക് നടന്നു. ലംബാർ പഞ്ചറിന് വേണ്ടിയുള്ള ഒരു മാൻകിൻ അവിടെ ഉണ്ടായിരുന്നു. ലംബാർ പഞ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതേ പൊസിഷനിലായിരുന്നു ആ ഒരു മാൻകിൻ വെച്ചത്. പിന്നെ എയർവേ മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെയും മാൻകിൻസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അത് കംപ്ലീറ്റ് പീഡിയാട്രിക്സ് ആൻഡ് ഗൈനക്കോളജി സ്റ്റേഷൻസ് ആയിരുന്നു. വജൈനൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പാഡുകളും മാൻകിൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. BP ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും എല്ലാം അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ അതിനുള്ള കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താണെന്നുള്ള ഡയഗ്നോസ്. പിന്നെ അതിൻ്റെ സൈഡിൽ ഡെലിവറിയുടേതും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കെയറിൻ്റെ ഒക്കെ സ്റ്റിമുലേഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓസ്കി ലാബുകളൊക്കെ കാണിച്ചു തന്നിട്ട് ആ ഒരു സ്റ്റാഫ് പോയി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. യൂണിവേഴ്സിറ്റിയുടെ ഫീസ് കുറവായതുകൊണ്ട് ഇവിടെയുള്ള ഫെസിലിറ്റി കുറവാണെന്നുള്ള ഒരു അർത്ഥമില്ല. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ആവശ്യത്തിനുണ്ടായിരുന്നു. സെമിനാറിന്റെ സമയത്ത് ഡെയിലി മാർക്ക് ഓരോ ടീച്ചേഴ്സ് അനുസരിച്ചായിരിക്കും ഇപ്പോൾ മാർക്സ് നമുക്ക് തരുന്നത്. ഓരോ ടീച്ചേഴ്സ് അനുസരിച്ച് ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമുക്ക് ചിലപ്പോൾ 1 മാർക്കാണ് മാക്സിമം നമുക്ക് നൽകുന്നത്. അത് നമ്മുടെ ആക്ടിവിറ്റി അനുസരിച്ചിരിക്കും മാർക്സ് നൽകുന്നത്. പിന്നെ നമുക്ക് ക്യൂസ് ഉണ്ട്, അതേപോലെ നമുക്ക് പ്രസന്റേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ. അങ്ങനെ ഇത്ര മാർക്ക് നമുക്ക് ഈ ഒരു സെമിനാറിൽ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ മിഡ് ടേമിന് എലിജിബിൾ ആവുക. നമുക്കിപ്പം ആക്ടിവിറ്റി മാർക്സ് ടോട്ടൽ നമുക്ക് 24 പോയിന്റ്സ് വാങ്ങണം. അത് മാത്രമല്ല നമ്മളിപ്പോൾ മിഡ് ടേം എക്സാമിന് നമ്മൾ ഇത്ര പോയിന്റ്സ് വാങ്ങണം. 13 ക്വസ്റ്റ്യൻസിൽ നമ്മളിപ്പം ചിലപ്പോൾ ചിലവർക്ക് 30 വാങ്ങാൻ പറ്റുന്നവരുണ്ടാകാം, ചിലപ്പം 20 വാങ്ങാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 5 പോയിന്റ്സ് നമ്മൾ ആക്ടിവിറ്റി മാർക്സ് വാങ്ങിച്ചാൽ ഒരു 24 പോയിന്റ്സ് വേണം. നമ്മൾ എക്സാം സെം എക്സാം ആണ് ഇവിടെ മെയിൻ ആയിട്ട്. സെം എക്സാം എലിജിബിൾ ആവണം എത്ര മാർക്ക് വേണം? 24 പോയിന്റ്സ്. 24 വേണം. അവിടെ നിന്ന് ഞങ്ങൾ മറ്റൊരു ലാബിലേക്ക് പോയി. അവിടെ കുറേ മൈക്രോസ്കോപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒബ്സർവ് ചെയ്യാനുള്ള സ്ലൈഡ്സ് ആണ്. അപ്പോൾ സ്ലൈഡ്സിലേക്ക് നമ്മൾ അവർ എന്താണോ ഉള്ളത്, അതിന് ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ്, അല്ലെങ്കിൽ യൂറിനാണെങ്കിൽ യൂറിൻ, അതിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഉണ്ട് ഇവിടെ. ഇത് ക്ലാസ് റൂമാണ്. അപ്പം ഡിസ്കഷൻ പോലെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചുറ്റും ഇരുന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞാൻ വേറൊരു കാര്യം കണ്ടത്, ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ വലിയ രീതിയിൽ ഇവരുടെ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഇവിടെ അവർ ടീച്ചേഴ്സ് തന്നെ നമ്മുടെ കൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം വേണ്ടത് മാനേജ്മെൻറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ അതിവിടെ കിട്ടുന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മെഡിക്കൽ ബ്ലോക്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് റൂം ഉണ്ടായിരുന്നു. അതായത് എക്സാം ഒക്കെ ആണെങ്കിൽ കുട്ടികൾ നേരത്തെ വന്നിട്ട് ഇവിടെ നിന്നാണ് പഠിക്കാറുള്ളത്. അതല്ല, ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഈ ഒരു റീഡിംഗ് റൂമിൽ വന്നിരുന്നാണ് വായിക്കുകയൊക്കെ ചെയ്യാറുള്ളത്. ഞാൻ പോയ സമയത്തും അവിടെ കുറേ ഇന്ത്യൻ സ്റ്റുഡൻസ് ബുക്കുകൾ വായിക്കുന്നുണ്ടായിരുന്നു. അതും കണ്ട് ഞങ്ങൾ അനാട്ടമിയുടെ ക്ലാസ് റൂം കാണാൻ വേണ്ടി പോയി. അനാട്ടമി സാധാരണ ജോർജിയയിൽ കടാവർ വെച്ചിട്ടല്ല പഠിപ്പിക്കുന്നത്. ജോർജിയ ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് കൺട്രി ആയതുകൊണ്ട് ഇവിടെ കടാവർ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ 3D സിമുലേറ്ററിലും ബോൺസിലൊക്കെയാണ് ഇവർ അനാട്ടമി പഠിപ്പിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ 3D സിമുലേറ്ററിൽ അനാട്ടമി ലാബിലേക്ക് കയറി. ഈ ഒരു 3D സിമുലേറ്റർ ഓണാക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചപ്പം യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റാഫ് വന്ന് അത് ഓണാക്കി അതിൽ ഓരോ ഫംഗ്ഷൻസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ കാര്യം ഇതാണ്. അതായത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനേജ്മെൻറ്റും സ്റ്റാഫുമാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല സപ്പോർട്ടീവാണ്. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിലുള്ള ഭൂരിഭാഗം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫുകളും തീരെ സപ്പോർട്ടീവ് അല്ല. എന്നാൽ അക്കാക്കി യൂണിവേഴ്സിറ്റിയിൽ നേരെ തിരിച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് അതായത് എല്ലാ ഹ്യൂമൻ ബോഡീൻ്റെ എല്ലാ പാർട്സും നമുക്ക് 3Dയിൽ കാണാനും അത് 3Dയിൽ തന്നെ ഓരോ പാർട്സായിട്ട് മാറ്റിയെടുത്തിട്ട് അല്ലെങ്കിൽ ഡൈസെക്ട് ചെയ്ത് പഠിക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിൽ തന്നെയാണ് പഠിച്ചത് നിങ്ങൾ? അതെ, മസിൽസിൽ പഠിച്ചത്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു?
എല്ലാം ഈസി ആയിട്ട് പഠിക്കാം. നമ്മളിപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാം അത് ഏത് സൈഡിലാണെന്നൊക്കെ കാണിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. There is also the definitions. For example, if the students want to practice here without lecture, they can practice. And here is the definitions. For example, anterior, posterior. What parts are they? Like a quiz, they can do it together. Okay. Just for practice. അപ്പോൾ ടീച്ചർ ഇല്ലാത്ത സമയത്ത് കുട്ടിക്ക് വേണമെങ്കിൽ അവർക്ക് വന്നിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഇതിൽ തന്നെ ഉണ്ട്. ആൻറ്റീരിയർ പോസ്റ്റീരിയർ വ്യൂ ഒക്കെ നമുക്കൊരു സ്കള്ളാട്ടോ മസിലാട്ടോ അത് പഠിക്കുമ്പോൾ നമ്മൾ ആൻറ്റീരിയർ വ്യൂ പോസ്റ്റീരിയർ വ്യൂ എന്ന് പറയുമ്പോൾ അതിന് ഓരോ പേര് വരും. ഓരോ ഡയറക്ഷൻ നോക്കുമ്പോൾ ഓരോ പേരായിരിക്കും നമ്മൾ അതിന് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന അത് സ്കള്ളെടുത്ത് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത്തിരി ഫ്രീഡം കാണുന്ന ഇതിലായിരിക്കും. സ്കള്ളെടുക്കുമ്പോൾ അതിലായിട്ട് എങ്ങനെ പിടിക്കണം മനസ്സിലാവില്ല. അങ്ങനെ പിടിക്കാൻ പാടില്ല എന്നുവെച്ചാൽ അതൊക്കെയാണെങ്കിൽ പൊട്ടിപ്പോകും. പക്ഷേ ഇതിലങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഒരു ഫ്രീഡം ഉണ്ട്. 3D സ്റ്റിമുലേറ്ററിലല്ലാതെ പിന്നെ അനാട്ടമി പഠിക്കുന്നത് സെറാമിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ബോൺസിലാണ്. അവിടെയുള്ള സ്റ്റാഫ് ഓരോ ബോൺസും എടുത്ത് അതിൻ്റെ ഓരോ പ്രൊജക്ഷൻസും എനിക്ക് കാണിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ അക്കാക്കി യൂണിവേഴ്സിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, ഓരോ വർഷവും ഇവർ മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി പുതിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ബോൺസൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. ഫൈനൽ ഇയർ കുട്ടികളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർ വരുന്നേരം ഉണ്ടായിരുന്നതല്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇവർ പുതിയതായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ കുട്ടിയെ കൊണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റി. അങ്ങനെ അക്കാക്കി യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ നവീൻ ബ്രോ ഉണ്ട്, പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെ ലാബ്, അതേപോലെ തന്നെ ഇവിടുത്തെ ഓസ്കി ലാബ്, അതേപോലെ തന്നെ ക്ലാസ് റൂംസ്, 3D സ്റ്റിമുലേഷൻ സെൻറ്റർ, പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അക്കാക്കി യൂണിവേഴ്സിറ്റി. അപ്പം ഇവിടെ ഞാൻ കണ്ട അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും എല്ലാം ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൽ നവീൻ ബ്രോൻ്റെ കോളോ വീഡിയോ കോളോ എന്തെങ്കിലും ഒന്ന് ഏഡ് ചെയ്യാൻ ശ്രമിക്കുക ആ സമയത്ത്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കാര്യങ്ങൾ. ഇവിടെ ജസ്റ്റ് ഒന്ന് യൂണിവേഴ്സിറ്റി കണ്ടിറങ്ങാം എന്നുള്ള രീതിയിൽ വന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം യൂണിവേഴ്സിറ്റിയുടെ ഫീസാണ്. ഞാൻ പറഞ്ഞല്ലോ, ജോർജിയയിൽ ഏറ്റവും കുറഞ്ഞ ഫീസുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് അക്കാക്കി യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ ഫീസ് സെമസ്റ്ററിന് വെറും $2000 മാത്രമാണ്. അതായത് പെർ ഇയർ $4000 മാത്രം. ഞാൻ അങ്ങനെ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് കണ്ടിട്ട് കുട്ടികൾ നിൽക്കുന്ന ഹോസ്റ്റലിലേക്ക് പോയി. അക്കാക്കി യൂണിവേഴ്സിറ്റിയിൽ മലയാളി സ്റ്റുഡൻസിന്റെ എണ്ണം കുറവാണെങ്കിൽ അവിടെ ഒരു കേരള ഹോസ്റ്റൽ ഉണ്ട്. ഞാനത് പറയാൻ കാരണം അവരുടെ മാനേജ്മെന്റും സ്റ്റാഫുകളും എല്ലാം മലയാളികളായതുകൊണ്ടാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് 10 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് ഹോസ്റ്റൽ ഉള്ളത്. ഹോസ്റ്റലിലെത്തിയപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അവരുടെ മെസ്സിലേക്കാണ്. നീറ്റായി വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെറിയൊരു മെസ്സായിരുന്നു അത്. അവിടെ കുക്ക് ചെയ്യുന്ന ഷെഫ് മലയാളി ആയതുകൊണ്ട് കൂടുതൽ ഡിഷുകളും കേരള സൗത്ത് ഇന്ത്യൻ ഡിഷുകളാണ്. അടിപൊളിയാ, ഏറ്റവും നല്ല ഫുഡാണ്. ഹോട്ടലിൽ പോകണ്ടല്ലേ, കാണാം. ഈ ഒരു ഹോസ്റ്റലിലാണ്. ഹോസ്റ്റൽ കണ്ട അടിപൊളിയാണ്. ഓക്കെ, നമുക്ക് നോക്കി വെക്കാം. ഞാനങ്ങനെ ആ മെസ്സ് കണ്ടിട്ട് നേരെ ഹോസ്റ്റൽ റൂമുകൾ കാണാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിന്റെ ഉള്ളിലേക്ക് കയറി. ഹോസ്റ്റലിന്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്കൊരു വീട് പോലെയാണ് തോന്നിയത്. ഹാളിലാണെങ്കിൽ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോയപ്പോൾ അവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. കുട്ടികൾ അവിടെ തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താഴേക്ക് വന്നപ്പോൾ അവിടെ ചെറിയൊരു സ്റ്റഡി റൂം ഉണ്ടായിരുന്നു. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു റൂം. ആ ഒരു സ്റ്റഡി റൂം അല്ലാതെ തൊട്ടടുത്ത് വേറെ സ്റ്റഡി റൂമും കൂടെ ഉണ്ട്. അവിടെ ചെറിയൊരു കിച്ചണും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഹോസ്റ്റലിൽ മെസ്സ് കമ്പൾസറി ആണ്. പക്ഷേ എന്തെങ്കിലും സാധനങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ കിച്ചൺ ഉപയോഗിക്കുകയും ചെയ്യാം. ഞാനങ്ങനെ ഇതൊക്കെ കണ്ട് കുട്ടികളുടെ റൂമിലേക്ക് പോയി. ഇവിടെ 3 ഷെയറിങ്ങും 4 ഷെയറിംഗ് റൂമുകളൊക്കെ ഉണ്ട്. കുട്ടികളുടെ റൂം കണ്ടപ്പോൾ അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്ത നല്ല നീറ്റായിട്ടുള്ള റൂമുകളായിരുന്നു. ഞാൻ അതല്ലാത്ത വേറെയും റൂമിൽ പോയി നോക്കി. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിക്ക് ഇന്റീരിയർ ചെയ്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളായിരുന്നു. ഓരോ റൂമിലും നീറ്റായിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ടായിരുന്നു. പിന്നെ ബെഡും കബോർഡും ടേബിളും ചെയറും പില്ലോവും ടിവിയും എല്ലാം ഹോസ്റ്റൽ കൊടുക്കുന്നതാണ്. അങ്ങനെ ആ ഒരു ഹോസ്റ്റൽ മുഴുവൻ കണ്ട് അവിടെയുള്ള കുട്ടികളോട് സംസാരിച്ച് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഹോസ്റ്റൽ കണ്ടു, റൂമൊക്കെ നീറ്റാണ്. ഇപ്പം ഞാനിവിടെ ഹോട്ടലിൽ റൂം എടുത്തേക്കണേ അതേ ഫെസിലിറ്റി തന്നെയാണ് ഇവർക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. ബാത്റൂം ആയാലും കാര്യങ്ങളെല്ലാം നീറ്റാണ്. അപ്പോൾ ഹോസ്റ്റലിൽ ഇറങ്ങാണ്. ഇനിയിപ്പം ടിബിലിസിയിലേക്ക് പോകാം. അപ്പോൾ നാളെ നമുക്ക് ടിബിലിസിയിൽ കാണാം.